ഹായ് മക്കളെ, വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലെൻസിന്റെ പവർ എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം എത്ര ടൈപ്പ് ലെൻസ് പഠിക്കാനുണ്ട്? 2 ടൈപ്പാ. ഏതൊക്കെയാ? ഒന്നാമത്തെ ലെൻസ് കോൺകേവ് ലെൻസ്. എന്തായിരിക്കും? കോൺകേവ് ലെൻസ്. രണ്ടാമത്തെ ലെൻസ് കോൺവെക്സ് ലെൻസ്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പവർ ഓഫ് എ ലെൻസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ 2 ലെൻസുകളാണ് പഠിച്ചത്. ഏതൊക്കെയാ 2 ലെൻസുകൾ? കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസുമാണ് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ പവറിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. P കണ്ടുപിടിക്കാനായിട്ട് P ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത് 1/f. അപ്പം ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. എന്താണ് P? പവർ ആണ് P ഈക്വൽ ടു 1/f. F എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഇനി ഇതിലെങ്ങനെയാണ് ചോദ്യം വരുന്നത്? ചോദ്യം നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്നൊരു ഏരിയ എന്ന് പറയുന്നത് നോക്കിക്കോളൂ. ഇവിടെ ഒരു കോൺകേവ് ലെൻസ് ആണെങ്കിൽ, എന്ത് ലെൻസ് ആണെങ്കിൽ? കോൺകേവ് ലെൻസ് ആണെങ്കിൽ പവർ എപ്പോഴും നെഗറ്റീവ് ആണ്. പഠിച്ചു വെക്ക്. കോൺകേവ് ലെൻസ് ആണെങ്കിൽ പവർ ഓൾവേസ് നെഗറ്റീവ്. പഠിച്ചു വെക്കണം. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയതുകൊണ്ട് പവറും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പഠിച്ചു വെക്കണം. നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്താ? പവർ ഓഫ് എ ലെൻസ്. 2 ലെൻസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ 2 ലെൻസ്? കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം എന്താ? കോൺകേവ് ലെൻസ് ആണെങ്കിൽ പവർ എന്താ? നെഗറ്റീവ് ആണ്. കാര്യം എന്താ? കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാ. അറിയാത്തൊരു പഠിച്ചു വെക്ക്. കോൺകേവ് ലെൻസ് ആണോ അവന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയാൽ പവർ നെഗറ്റീവ് ആവും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. എന്തായിരിക്കും? കോൺവെക്സ് ലെൻസ് ആണ്. അങ്ങനെ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പവറും പോസിറ്റീവ് ആയിരിക്കും. പവറും എന്തായിരിക്കും? പോസിറ്റീവ് ആയി. പവർ ഓൾവേസ് പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? പഠിച്ച ടോപ്പിക്ക് പവർ ഓഫ് എ ലെൻസ് ആണ്. അപ്പൊ 2 ടൈപ്സ് ഓഫ് ലെൻസ് ഏതൊക്കെയാ? കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും നെഗറ്റീവ് ആണ്. കാരണം ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയതുകൊണ്ട്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പവർ പോസിറ്റീവ് ആണ്. കാരണം ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയതുകൊണ്ട്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ? മനസ്സിലായല്ലോ? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. P ഈക്വൽ ടു 1/f. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം. ഫോക്കൽ ലെങ്ത് കൂടിയാൽ പവർ കുറയണം. പഠിച്ചു വെക്കണം. ഫോക്കൽ ലെങ്ത് കൂടിയാൽ പവർ കുറയണം. അതായത് പവറും ഫോക്കൽ ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പവറും ഫോക്കൽ ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒന്ന് കൂടിയാൽ മറ്റവൻ കുറയണം. ഇവിടെ കൂടുന്നത് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ എന്ത് കൂടണം? പവർ കൂടണം അല്ലേ? ഞാൻ തിരിച്ചു പറഞ്ഞോ? അപ്പം പവർ കുറയുന്നുവെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടണം. പവർ കൂടുന്നുവെങ്കിൽ ഫോക്കൽ ലെങ്ത് കുറയണം. തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കണേ. ഓക്കെ. അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പഠിച്ച ടോപ്പിക്ക് പവർ ഓഫ് എ ലെൻസ്. 2 ടൈപ്സ് ഓഫ് ലെൻസ് ഏതൊക്കെയാ? കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. കോൺകേവ് ലെൻസ് ആണെങ്കിൽ കണ്ണും പൊട്ടി പറ. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്, പവർ നെഗറ്റീവ്. കോൺവെക്സ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്, പവർ പോസിറ്റീവ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? പിന്നെ നിങ്ങളെ തെറ്റിക്കാനായിട്ട് മനഃപൂർവ്വം ചോദ്യമിടുന്ന ആൾക്കാർ ഈ കണക്ക് വരുമ്പോൾ ഇതിന്റെ യൂണിറ്റ് ചോദിക്കും. പവറിന്റെ യൂണിറ്റ് പഠിച്ചു വെക്ക്. ഡയോപ്റ്റർ. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ. സ്പെല്ലിംഗ് DIOPTR. ഒന്ന് ചെക്ക് ചെയ്തേക്കണേ വളരെ നിങ്ങൾ കേട്ടോ. അപ്പം പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. അല്ലെങ്കിൽ ക്യാപിറ്റൽ D കൊണ്ട് സൂചിപ്പിക്കുക. അതിന്റെ സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ D. ക്ലിയർ?
ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇനി P ഈക്വൽ ടു 1/f, P ഈക്വൽ ടു 1/f. ഇനി അടുത്ത നിങ്ങളെ തെറ്റിക്കാനുള്ള വേറൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, എടാ ക്വസ്റ്റ്യനിൽ ചോദ്യത്തിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് സെന്റിമീറ്ററിലായിരിക്കും തന്നേക്കുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങളെ തെറ്റിക്കാനായിട്ട് സെന്റിമീറ്ററിലായിരിക്കും തന്നേക്കുന്നത്. അപ്പോൾ ആ സെന്റിമീറ്ററിനെ നിങ്ങൾ എന്താക്കണം? മീറ്റർ ആക്കണം. മീറ്റർ ആക്കിയിട്ട് മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ തെറ്റും. അപ്പൊ ചോദിക്കും, അതെങ്ങനെയാണ് സാറേ മീറ്റർ ആക്കുന്നതെന്ന്. അപ്പൊ അതാ ഇങ്ങോട്ട് നോക്കിക്കേ, എടാ മക്കളെ, നിങ്ങൾക്ക് സെന്റിമീറ്റർ തന്നിരുന്നുവെങ്കിൽ നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 25 സെന്റിമീറ്റർ എടുത്തു. ഇവനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി പറ? 25 സെന്റിമീറ്ററിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനർത്ഥം അത് എത്രയാ പറ? 0.25 മീറ്റർ. 0.25 മീറ്റർ. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അപ്പൊ ഫോക്കൽ ലെങ്ത് തന്നു കഴിഞ്ഞാൽ അത് സെന്റിമീറ്റർ ആണെങ്കിൽ അവനെ എന്തിലോട്ട് മാറ്റണം? അത് മീറ്ററിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് മാത്രമേ ഇവിടെ ഇട്ട് നിങ്ങൾ കണക്ക് ചെയ്യാവുള്ളൂ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകൾ അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരും. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ നിർത്തുകയാണ് മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.